ഗുഡ് മോർണിംഗ്. സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിഫ്റ്റിയുടെ ലെവൽ 24,804 താഴേക്ക് വരികയാണ് അപ്പ് സൈഡിലേക്കും, 25,24 മുകളിലേക്കാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് വരികയും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക. അപ്പോൾ ഓൾറെഡി ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ അപ്പ് സൈഡിലേക്കായിരിക്കും നിഫ്റ്റിയിൽ ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ഡൗൺ സൈഡ് ലിക്വിഡിറ്റി 55,406 താഴെ മാർക്കറ്റ് വന്നത് തന്നെ അപ്പ് സൈഡിലേക്ക് നമുക്ക് നോക്കാം. അപ്പ് സൈഡ് ലിക്വിഡിറ്റി 55,782. അപ്പോൾ ഓൾറെഡി ഡൗൺ സൈഡ് എടുത്തുകൊണ്ട് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് നമ്മൾ അപ്പ് സൈഡിലേക്കായിരിക്കും നോക്കാം. ഏതായാലും ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 9:52 ആയിട്ടുണ്ട്. നമുക്കൊരു അപ്പ് സൈഡിലേക്കുള്ളൊരു എൻട്രി ഏരിയയിലേക്ക് വരുന്നുണ്ട് മാർക്കറ്റ്. ഓൾറെഡി ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഒക്കെ തന്നിട്ടുണ്ട്. നമ്മളൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി എടുക്കുകയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ കുറച്ച് താഴേക്ക് വന്നാൽ നമ്മളൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള പരിപാടിയാണ്. 55,100 കോൾ ഓപ്ഷൻ നോക്കാം. നമുക്ക് മാർക്കറ്റ് താഴേക്ക് വരട്ടെ. നമ്മൾ എൻട്രി ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കോൾ ഓപ്ഷൻ എടുക്കും. നമുക്ക് 20 പോയിന്റ്സ് ആണ് സ്റ്റോപ്പ് ലോസ്. ഓക്കെ, വെയിറ്റ് ചെയ്യാം, വരട്ടെ. ഇല്ല, ആയിട്ടില്ല. ഇപ്പോൾ പ്രീമിയം 594 ഉള്ളത്. ഓക്കെ, ആയിട്ടുണ്ട്. നമുക്ക് ബൈ ചെയ്യാം. ബൈ ചെയ്തിട്ടുണ്ട്. നമ്മളെ പ്രീമിയം 584 നമുക്ക് കിട്ടിയത്. ഓൾമോസ്റ്റ് എന്താ പറയുക, നോക്കാം. മാർക്കറ്റ് ഇനി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു 1:2 ഇന്നത്തെ ഡേ ഹൈ ഒക്കെ നമുക്ക് ടാർഗറ്റ് വെക്കാം. ഡേ ഹൈയിലേക്കൊക്കെ പോകാൻ പോസിബിലിറ്റി ഉണ്ട് ആ ഒരു ഏരിയയിൽ നിന്നുള്ളതാണ്. ഒരു അപ്പ് സൈഡ് ട്രേഡാണ് ഇന്ന് കിട്ടിയത്. അധികം നമുക്ക് ഡൗൺ സൈഡ് ട്രേഡാണ് കിട്ടുക അല്ലേ? ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നല്ല പോകുന്നുണ്ട്. 2000 ഒക്കെ ആയിട്ടുണ്ട് പ്രോഫിറ്റ്. ഇതായാലും നോക്കാം. ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് പുറത്തുനിന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഫസ്റ്റ് ട്രേഡ് എപ്പോഴാണ് ടാർഗറ്റ് അടിക്കാമെന്ന് അറിയില്ല. അതിൻ്റെ മാക്സിമം എത്തുന്നവരെ എനിക്ക് ഫാസ്റ്റ് ഇത് കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കുറേ ടൈം എടുക്കുകയാണെങ്കിൽ ഞാൻ പോയി വന്നിട്ട് കാണിക്കണ്ടേ. ഏതായാലും ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. SL അടിച്ചിട്ടുണ്ട് നമ്മുടെ. SL നമ്മളെ എന്താ പറയുക 20 പോയിന്റ്സ് അധികം 21 പോയിന്റ്സ് 22 പോയിന്റ്സ് അടിച്ചിട്ടുണ്ട്. 3,400 അടുത്ത് ലോസ് വന്നിട്ടില്ലേ. ഏതായാലും ഞാൻ കുറച്ച് പുറത്തൊന്നും പോകണ്ടില്ല. അതിൻ്റെ മുമ്പ് SL അടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ എന്താ പറയുക, ഇന്നലെയും മനിയാനൊക്കെ ആയിട്ട് കാണുന്ന ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ട്. ഓൾറെഡി ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് 1 മിനിറ്റ് എൻട്രി എന്ന് വീണ്ടും പിന്നെയും താഴെ പോയിട്ട് സെക്കൻഡ് ടൈമിൽ എൻട്രി വരുമ്പോൾ പോണ കണ്ടിട്ടുണ്ട്. ഓർഡേഴ്സൊക്കെ ഒന്ന് കാണാം. ജസ്റ്റ് ഞാൻ കണ്ടൊരു ഇൻഫർമേഷൻ പാസ് ചെയ്തെന്നുള്ളൂ. അതുപോലെ ഓരോരുത്തർക്ക് മാർക്കറ്റിൽ കാണുന്ന ബിഹേവിയറൽ ചേഞ്ചസ് നോട്ട് ചെയ്യാം. അപ്പോൾ ഓരോരുത്തർ ഡിഫറെൻറ്റ് ഏരിയയിലായിരിക്കും കാണുക. അല്ലെങ്കിൽ ഡിഫറെൻറ്റിനേക്കാൾ ബെറ്റർ ആയിട്ട് മാർക്കറ്റിനെ ചേഞ്ചസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടാവും. ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എപ്പോഴും പ്രോപ്പർ ആയിക്കൊള്ളണമെന്നില്ല. ചില സമയത്ത് വർക്കാവും അല്ല. പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടിട്ടുണ്ട്. ആ ഒരു രീതി ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഓക്കെ, ഏതായാലും ഞാൻ പുറത്തൊന്ന് പോവാണ്. ഇനി ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യേണ്ടി വന്നിട്ട്. ഓക്കെ, സമയം 12:30 ആയിട്ടോ. നമ്മൾ ഓൾറെഡി നമ്മളെ ട്രേഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിഫ്റ്റിയിലെ ട്രേഡ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് ബാങ്കിലെടുത്ത ട്രേഡ് ആയിരുന്നു. അത് ഇറങ്ങിയിട്ട് നിഫ്റ്റിയിലേക്ക് കയറിയതാണ്. ശരിക്കും ആ ബാങ്ക് തന്നെ 1:6 7 ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഞാനത് ബാങ്കിലൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയപ്പോൾ കയറി. അതിന് മുമ്പ് ബാങ്കിൽ ഒരു അഗ്രസീവ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റിൽ നോക്കാമെന്ന് വിചാരിച്ചു. അതിപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയപ്പോൾ ബാങ്കിൽ കയറിയതാണ്. പക്ഷേ ബാങ്കിൽ കയറിയപ്പോൾ എനിക്ക് തോന്നിയ സിംഗ്ലോയിലേക്ക് ടാർഗറ്റ് ഡിസ്റ്റൻസ് കുറവല്ലേ എന്ന് വിചാരിച്ചിട്ട് 150 സംതിങ് പോയിന്റ് ഉള്ളായിരുന്നു ആ ഒരു സിംഗ്ലോയിലേക്ക്. ഇതിപ്പോൾ 1:6 ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ഞാൻ ഈ 55,500 പുട്ട് ഓപ്ഷൻ ഒഴിവാക്കിയിട്ട് നിഫ്റ്റിയിൽ കയറിയതാണ്. സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് ദ മണി എടുത്തത്. കാരണം ഭയങ്കര മൂവ്മെൻ്റ് അന്ന് മാർക്കറ്റ് ഉണ്ടായിരുന്നു അല്ലേ. ആ നല്ല അപ്സൈഡ് പോയി 2 മൊബൈലിൽ എടുത്തതാണ്. നിഫ്റ്റി സത്യം പറഞ്ഞാൽ നിഫ്റ്റിയിൽ ഞാൻ ഒരു IDX ടാപ്പ് ചെയ്തെന്നുള്ള വ്യൂവിലാണ് എടുത്തത്. പക്ഷെ അത് ശരിക്കും ടാപ്പ് തൊട്ടടുത്ത് എത്തിയിട്ടുള്ളായിരുന്നു. കുഴപ്പമില്ല. ഈ ഒരു സിംഗ്ലോയിലേക്ക് 160 പോയിന്റ് ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ബാങ്കിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ ആ സിംഗ്ലോ തിരിച്ചു വരുമോ എന്നുള്ള പേടിയിൽ ബാങ്കിൽ ഇറങ്ങിയിട്ട് നിഫ്റ്റിയിലേക്ക് സിംഗ്ലോയിലേക്ക് ഒരു 58 പോയിന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിഫ്റ്റി ഏകദേശം ആ ഒരു ബാങ്കിൻ്റെ റീ എൻട്രി ഏരിയ വന്നപ്പോൾ എടുത്തുന്നുള്ളൂ ബാങ്കിൽ ഇറങ്ങിയിട്ട്. പക്ഷേ ഇനിയിപ്പോൾ ഇൻ കേസ് അത് നിഫ്റ്റിയിൽ എടുക്കാതെ ഞാൻ ബാങ്കിൽ തന്നെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ പ്രോഫിറ്റ് ആയതിനെ. അപ്പോൾ 55,500 എന്നുള്ളതിൽ അവിടെ 15,000 രൂപ പ്രോഫിറ്റ് കാണിച്ചേനെ. പക്ഷെ കുഴപ്പമില്ല. എന്നാലും നിഫ്റ്റി പ്രോപ്പർ എൻട്രി വന്നിട്ടില്ല. എൻട്രിൻ്റെ തൊട്ടടുത്ത് വന്നിട്ടുള്ളൂ. ആ മൊബൈൽ നോക്കിയിട്ട് ഞാൻ വെച്ച് ടാപ്പ് ചെയ്തെന്നുള്ള വ്യൂല എൻട്രി എടുത്തൊക്കെ. ഏതായാലും ഞാൻ ഓഫീസിൻ്റെ പുറത്തായതിനെ കൊണ്ട് എനിക്കത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഏതായാലും കുഴപ്പമില്ല. നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്ത് കറക്റ്റ് തന്നെയാണ്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി കിട്ടി. കറക്റ്റ് 1:6 7 ഒക്കെ പോയിട്ടുണ്ട്. അത്യാവശ്യം പോയിട്ടുണ്ട് അവിടെ നിന്ന്. നമ്മൾ 160 പോയിന്റ് ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നിഫ്റ്റി കയറിയത്. 300 പോയിന്റ് ഒക്കെ പോയിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് 1:7 6 ഒക്കെ ഈസി ആയിട്ട് കിട്ടുമായിരുന്നു.
കുഴപ്പമില്ല. ഏതായാലും ഇന്ന് 2 ട്രേഡ് ചെയ്യേണ്ടതിന് പകരം 3 ട്രേഡ് ആയിരുന്നുള്ളൂ. അത് മൊബൈലിൽ അതിനെക്കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ബാങ്ക് ഇതിൽ തന്നെയാണെങ്കിൽ ചിലപ്പോൾ നിഫ്റ്റിയിൽ അത് കയറില്ല സിസ്റ്റത്തിലാണെങ്കിൽ. കാരണം നിഫ്റ്റിയിൽ അത് ജസ്റ്റ് ടാപ്പ് ചെയ്യാൻ തൊട്ടടുത്ത് എത്തിയിട്ടുള്ളൂ. ബൈ മിസ്റ്റേക്കിലാണ് നിഫ്റ്റി കയറിയത്. അതിനെക്കൊണ്ട് കുഴപ്പമില്ല, 2-ലായാലും ടാർഗറ്റ് വന്നേനെ. ഏതായാലും ഓക്കെ, ഇന്നത്തെ ട്രേഡ് ഇപ്പം നമുക്ക് 12:40 കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ പരിപാടികൾ കഴിഞ്ഞില്ല, ഞാൻ ചിലപ്പോൾ ഒന്ന് പുറത്ത് പോവാണ്. വീഡിയോ നോക്കട്ടെ, വീഡിയോ അപ്ലോഡ് ചെയ്യും, ഞാൻ പോസ്റ്റ് ചെയ്യും. ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ട്, പക്ഷേ വൈകുന്നേരമാണ് അത് എന്താ പറയുക ഷെഡ്യൂൾ ചെയ്യുള്ളൂ, 4 മണിക്ക് ശേഷം ഷെഡ്യൂൾ ചെയ്യുള്ളൂ. ഓക്കെ, ഏതായാലും ഇന്നത്തെ 3 ട്രേഡ് എടുത്തു. അതിൽ 2 ട്രേഡാണ് പ്രോപ്പർ ആയിട്ടുള്ളത്, ഒരു SL ഒരു ടാർഗറ്റ്. ഓവറോൾ 11,000 റേഞ്ചിൽ പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, ഏതായാലും നമ്മൾ ഇന്നലെ ചെയ്തൊരു ട്രേഡ് ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ പിന്നെ എന്താ പറയുക യൂറോ USD ചെയ്ത ട്രേഡ് ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും സ്റ്റിൽ റണ്ണിങ് ആട്ടോ. അത് SL അടിച്ചിട്ടില്ല, ടാർഗറ്റും അടിച്ചിട്ടില്ല. എൻ്റെ ഒരു സിറ്റുവേഷൻ കാണിച്ചു തരാം. നമുക്ക് ഓൾറെഡി 21,000 ഒക്കെ റേഞ്ചിൽ ഇപ്പോൾ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഓൾറെഡി മാർക്കറ്റ് താഴേക്ക് തന്നെ, നമ്മൾ എൻട്രി എടുത്ത് കൊടുത്ത് താഴേക്ക് തന്നെ വരുന്നത്. നമുക്ക് ഇന്നലെ കുറച്ച് മുന്നേ 20,000 ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ സ്റ്റോപ്പ് ലോസ് നമുക്ക് എന്ത് ചെയ്യാന്ന് അറിയാം. ഞാനിതിൽ ട്രെയിലിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതിന് മുമ്പത്തെ ഒരു ദിവസം എനിക്ക് ഇതേപോലെ ഗോൾഡിലും കണ്ടോ ട്രേഡ് എടുത്തിട്ട് എൻ്റെ 1:6.8 വെച്ച സമയത്ത് തൊട്ടടുത്ത് നിന്ന് എനിക്ക് റിവേഴ്സ് ചെയ്ത് എൻ്റെ SL അടിച്ചത്. അപ്പോൾ ഞാൻ ഓരോ 15,000 രൂപ പ്രോഫിറ്റ് ആകുമ്പോഴും ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ 15,000 എപ്പോഴൊരു ഹോൾഡിങ്ങിലേക്ക്, ഇപ്പോൾ പിന്നെ 20,000 ആയതുകൊണ്ട് തന്നെ 5,000 രൂപ ട്രെയിൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 25,000 ആവുകയാണ്, 10,000 ട്രെയിൽ ചെയ്യും. അങ്ങനെ ആ രീതിയിലാണ് ചെയ്യണേ. ഇനിയിപ്പോൾ അഥവാ ഇനി മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ പോലും എനിക്ക് 5,000 രൂപ പ്രോഫിറ്റിൽ എനിക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. അതായത് ലോസ് ഉണ്ടാവില്ല ട്രേഡിൽ എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ 26,000 പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ എന്താ പറയുക ടാർഗറ്റ് മോഡിഫൈ ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ 5,000 ടാർഗറ്റ് വെച്ചത് നമുക്ക് എന്ത് ചെയ്യാം, 10,000 റേഞ്ചിലേക്ക് വെച്ച് കൊടുക്കാം. 10,000, അതായത് ഇനിയിപ്പോൾ അഥവാ ലോസ് വരികയാണെങ്കിലും 10,700 എന്നുള്ള റേഞ്ച് പ്രോഫിറ്റിലായിരിക്കും. നമുക്ക് ഓൾറെഡി 26,000 എത്തിയില്ല. ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു 15,000 വെച്ചിട്ട് ഇങ്ങനെ ട്രെയിൽ ചെയ്ത് പോവാം. എപ്പോഴും 15,000 തൊട്ടടുത്ത് പോയിട്ട് ട്രെയിൽ ചെയ്യില്ല, ഒരു 15,000 റേഞ്ചിലൊക്കെ ട്രെയിൽ ചെയ്ത് അങ്ങനെ പോവാം. മാർക്കറ്റ് അഗെയിൻ താഴേക്ക് വരുന്നുണ്ട്. ടാർഗറ്റ് ഒരുപാട് താഴെ കേട്ടോ, ടാർഗറ്റ് എത്തിയില്ല. ഞാൻ പറഞ്ഞ ടാർഗറ്റിലേക്ക് ഇനിയും മുക്കാൽ ഭാഗം ദൂരം സഞ്ചരിക്കാണ്ട്, ഒരു 30% ഒക്കെ സഞ്ചരിച്ചിട്ടുണ്ടാവും ഓൾറെഡി. നമ്മൾ 70,000 ആണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 70,000 എത്തണം. ഓക്കെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓൾറെഡി 30,000 പ്രോഫിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ട്രെയിൽ ചെയ്ത് 15,000 വെക്കാം. ഓൾറെഡി മാർക്കറ്റ് അത്യാവശ്യം താഴേക്ക് വന്നിട്ടുണ്ട്, അഗെയിൻ താഴേക്ക് വന്നിട്ടുണ്ട്. യൂറോ USD ഒരു ഡെയിലി IDX എടുത്തതിന് ശേഷമുള്ള ട്രേഡാണ്. നമുക്ക് ഓൾറെഡി പകുതി ദൂരം പോലും സഞ്ചരിച്ചിട്ടില്ല. എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ 70,000 ആണല്ലോ പ്രോഫിറ്റ്. അപ്പോൾ 30,000 എന്ന് പറഞ്ഞാൽ പകുതിൻ്റെ അടുത്തില്ലേ. ഓൾറെഡി നമുക്കിനി 15,000 എന്നുള്ള ഏരിയ, അപ്പോൾ മാക്സിമം നമുക്ക് ഇനി 15,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാവും ഈ ഒരു ട്രേഡിൽ. തിരിച്ച് കയറിയാലും മാർക്കറ്റ് കുഴപ്പമില്ല. ഏതായാലും ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുകയാണ്. ഞാൻ ബാക്കി ഇനി ഓൾറെഡി നിഫ്റ്റിയിലും ബാങ്കിലും നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ട്രേഡ്സ് ആയതുകൊണ്ട് തന്നെ ഇനി നമുക്ക് നാളെ നോക്കാം. നാളെ നല്ല അവസരങ്ങൾ ഉണ്ടെങ്കിൽ ട്രേഡ് ചെയ്യാം. ഓവറോൾ ഒന്നും അതിൽ 11,000 പ്രോഫിറ്റ് ഉണ്ട്, അത് മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം. താങ്ക് യു, ബൈ.